ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. പാവ അച്ഛനമ്മ സമാധാനമാക്കായിരുന്നു. ശരി ഓക്കെ ആയിരുന്നു. ഹീറോയിന് സമാധാനം സാഡായിട്ട് പോയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, മച്ചി ഇന്ന് നമുക്ക് പാർക്ക് പോയിട്ട് വരാം എന്ന് പറയായിരുന്നു. പാർക്കാ? എന്തിനാ പാർക്ക് പോകുന്നത്? പറഞ്ഞേക്കടി, ഞാൻ പാർക്ക് വരാമായിരുന്നു. അങ്ങനെ റോസ് പറയുന്നു, ഞാൻ പാർക്ക് പോകാമെന്ന്. ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു, ഏടി പാർക്കൊക്കെ ഒന്നും വേണ്ടടി എന്ന് പറയായിരുന്നു. എന്തിനാ പാർക്ക് വേണ്ട പറയുന്നത്? ഈ പാർക്കൊന്നും വേണ്ട അത് പറയായിരുന്നു. എടി ആ അങ്ങനെ ഹീറോയുടെ പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ദിയ. ഹലോ, ശരി അമ്മ, ഓക്കെ മോം. എടി സോറി മച്ചേ, നമുക്ക് പിന്നെ പാർക്ക് പോവാ. നമുക്ക് എനിക്ക് സ്വിമ്മിങ് പ്ലേസ്ക്ക് പോകണ്ടോ, സ്വിമ്മിങ് ട്രെയിനിങ് പഠിപ്പിക്കാൻ അവിടേക്ക് പോകണം എനിക്ക്, ബാ പോവാ എന്നിടെ പറയും വാടി എന്ന് പറഞ്ഞായിരുന്നു. രണ്ടുപേരും പോയായിരുന്നു. അവിടെ ഒന്ന് കടന്നു ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന ഷാക്ക്. ജിമ്മിന് വേറൊരു ഗേൾ കൂടെ ജിമ്മിൻ ട്രെയിനിങ്, അതായത് ജിമ്മിൻ്റെ സ്വിമ്മിങ് പറഞ്ഞ ജിമ്മിൻ്റെ അതാണ് റെസ്റ്റ് പറഞ്ഞ ഒരു ഗേൾക്ക് സ്വിമ്മിങ് പഠിക്കായിരുന്നു. അങ്ങനെ ആ പെണ്ണ് ടച്ച് ചെയ്ത് സ്വിമ്മിങ് പഠിക്കുക. ആ പെണ്ണ് കൂടെ ക്ലോസ് ആയിട്ടുണ്ടാകാതെ ഷോർട്ട് പാൻറ്റ്, ഡ്രസ്സൊന്നുമില്ല, ഷോർട്ട് പാൻറ്റ് ഇട്ടിട്ട് ജിമ്മിൻ ട്രെയിനിങ് എടുക്കരുത്. ജിമ്മിൻ ആ പെണ്ണ് കൂടെ ക്ലോസ് ചെയ്തിരിക്കുന്നതിൽ കണ്ടായിരുന്നു. ജിമ്മിൻ ടച്ച് ചെയ്തിട്ട് ആ പെണ്ണ് സംസാരിക്കുന്നത്. ജിമ്മിൻ വായിന് കുടിച്ചിട്ട് സ്വിമ്മിങ് തണ്ണീൻ്റെ ഇരുന്നിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഹീറോയും മനസ്സ് കൊടുത്ത് കരയാൻ തുടങ്ങിയായിരുന്നു. പാവം നമ്മളെ ഹീറോയി ജിമ്മിനവിടെ എന്തോ ഒരു മണ്ടത്തരം കാട്ടിയത് കണ്ടിട്ട് ഹീറോയി ഭയങ്കര കരഞ്ഞ് പാവ. ഇതിടെല്ലാം രണ്ടുപേരും തല കൈ വെച്ചു, നടക്കുന്നതല്ലോ നടന്നല്ലോ. പാവ ഹീറോയി പാവമായി. ശരിയടി, ശരി നമുക്ക് പോവാ എന്ന് പറഞ്ഞു. എവിടെക്കടി പോവാ എന്നെ പറയുന്നു. ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്ക് പോകാൻ പറയായിരുന്നു. അങ്ങനെ ഹീറോയെ സമാധാനമാക്കാൻ ഹോട്ടലിലേക്ക് പോകാൻ പറയായിരുന്നു. അങ്ങനെ ഹോട്ടലിലേക്ക് വന്ന് നോക്കുമ്പോൾ ഹോട്ടലിൽ ഒരു ഗേൾക്ക് ഇങ്ങനെ ഫുഡ് ഊട്ടുന്ന കൊടുത്തോട്ടായിരുന്നു. അതേ ഫുഡ് ഊട്ടുന്ന മതി കാണുമായിരുന്നു. ഇത് കാണുന്ന ഹീറോയിനെ മനസ്സ് വീണ്ടും ഇതൊക്കെ അറിയാൻ തുടങ്ങിയായിരുന്നു. അത് കണ്ടിട്ട് ഹീറോയിക്ക് കരിച്ചൽ വരായിരുന്നു. രണ്ടുപേർക്ക് ഷാക്കായിരുന്നു. ഫുഡ് ഊട്ടുന്ന മാതിരി ഉണ്ടായിരുന്നു. അതേ കിസ് ചെയ്ത മാതിരി ഫുഡ് ഊട്ടുന്ന മാതിരി എല്ലാം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് ഹീറോ ഭയങ്കര കരിയായിരുന്നു. പോയി അങ്ങനെ അങ്ങനെ ചെയ്ത് കണ്ടിട്ട് ഷാക്കായിരുന്നു. പാവം നമ്മളെ ഹീറോയിനെ ഫ്രണ്ട് സമാധാനാക്കി, വീട്ടിൽ സമാധാനമാക്കി. എപ്പോൾ ഇവർക്ക് കരിയൊന്നും പണി, വേറെ ഒന്നും പണിയില്ല. അതിന് അമ്മ അച്ഛൻ വഴക്ക് പറയായിരുന്നു. ലിയ കരിഞ്ഞിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ലിയ പറഞ്ഞത് ഒന്ന് കേട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹലോ, ഞാൻ ഹീറോയുടെ മമ്മിക്ക് ഒരു കോൾ വന്നായിരുന്നു. എന്താ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ മാരേജ് പാർട്ടി ഉണ്ടോ, ഇത് മാരേജിൻ്റെത്, അതുകൊണ്ട് അവിടെ ഹോട്ടലിൽ ഞങ്ങളെല്ലാം താമസിക്കുക, നിങ്ങൾ അവിടേക്ക് വാ എന്നിട്ട് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നു. മമ്മി പറയുന്നു വാ നിന്ന് സമാധാനമൊക്കെ. അമ്മ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു. റൂം പറഞ്ഞ ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു. മാരേജ് പാർട്ടി അത് ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതെ മാരേജ് എൻഗേജ്മെൻ്റ് ആയ ഒരു പാർട്ടിയായിരുന്നു. അങ്ങനെ മമ്മീൻ്റെ ഫ്രണ്ടിൻ്റെ മോക്കാണ്. ഹീറോയ്ക്ക് വീടത് ഒരുപാട് സാഡായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ ആ പാർട്ടിക്ക് പോയായിരുന്നു. പാർട്ടി പോയിട്ട് ഹീറോ ഹോട്ടൽ വെളിയിൽ വരുമ്പോൾ ചങ്കുക്കൊരു കണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഈ സാർ എവിടേക്ക് പോകുന്നത് നോക്കുമ്പോൾ ചങ്കുക്ക് റൂമുക്ക് പോയായിരുന്നു. ജങ്കുക്കിനെ കണ്ട് ഹീറോ ഷോക്കായിരുന്നു. എവിടേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ജങ്കുക്ക് പറഞ്ഞു. ജങ്കുക്ക് റൂമായിരുന്നു. ജങ്കുക്ക് റൂം തുറന്ന് റൂമുക്ക് പോയായിരുന്നു. അപ്പോൾ ജങ്കുക്ക് ബേബി നിക്ക് എന്ന് പറഞ്ഞ ഒരു വോയിസ്. തിരിഞ്ഞു നോക്കുമ്പോൾ ജങ്കുക്കുമ്പോഴുള്ള ഒരു പുറകിൽ ഒരു ഗേളുണ്ടായിരുന്നു. നിക്ക് ബേബി പറഞ്ഞു. അങ്ങനെ ജങ്കുക്ക് ഇങ്ങനെ അകത്ത് പോകുമ്പോൾ ഹീറോയിൻ നല്ല തുറന്ന് നോക്കുമ്പോൾ ജങ്കുക്കിന് മേലെ ആ പെണ്ണുണ്ട്. ഇങ്ങനെ കിസ് ചെയ്യാൻ പോകുന്ന വഴി ഉണ്ടായിരുന്നു. ഹീറോയിൻ മടിച്ചു കൊടുത്ത് എല്ലാം ചീറ്റിങ് എന്ന് കാരടി ഹീറോയി പോകാൻ തുടങ്ങിയായിരുന്നു. ഇത് ഏതാട്ട് റോസ് വായുകളൊന്നും എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ ഇവിടെ നോക്കൂ ജങ്കുക്ക് ശരി അയ്യോ എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ പുറകിൽ പറഞ്ഞു. എന്ത് പറ്റി, എനിക്ക് ആരും പൊടി എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് അറിയാമായിരുന്നു. അയ്യോ ഇതുവരെ ഹീറോയിൻ മമ്മിയായിട്ട് പറയായിരുന്നു. അവർ ശരി ഓക്കെ സമാധാനമാക്കായിരുന്നു. ജങ്കുക്ക് പറഞ്ഞ് കിസ് ചെയ്യുന്നത് അറിയാം. ഹീറോയി കിസ് ചെയ്തു എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് അറിയാമായിരുന്നു. ഹീറോയ്ക്ക് കയറിയിട്ട് പാവം ശരി സമാധാനമാക്കിയായിരുന്നു. അതിനായിട്ട് പി ടി എസ് മെമ്പർ പുറകില്ല. ഹീറോയി പുറകെ നടന്ന് പി ടി എസ് മെമ്പർക്ക് അറിയും. ഓൾറെഡി അവർ കണ്ടിക്കുന്നുമില്ല. ഡേസ് പോകാൻ തുടങ്ങി. ഹീറോയി അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്ക് ഷാക്കായിരുന്നു. എന്താടാ നമ്മളെ പുറകെ നടന്ന ഈ കുട്ടി എന്താ വരാതാ എന്നെ ജിമ്മിന് കേൾക്കായിരുന്നു. ഒന്നും അറിയില്ലായിരുന്നു. ജങ്കുക്ക് ഓർക്ക് തുടങ്ങിയായിരുന്നു. എന്തായിട്ടിരിക്കുമോ എന്ന് ജങ്കുക്ക് യഥാർത്ഥം വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സീനിയർ ബോയ് ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ അടുത്ത് വന്ന് ഒരു പൊക്കെ പിടിച്ചിട്ട് പ്രൊപ്പോസ് ചെയ്തു. ഇത് ജിമ്മിൻ നോക്കായിരുന്നു. എന്താ അവിടെ നടക്കുന്നതെന്ന് ജിമ്മിൻ നോക്കായിരുന്നു. അങ്ങനെ ആത്മജൊക്കെ ലവ് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. ഹീറോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കായിരുന്നു.
അങ്ങനെ നോക്കുമായിരുന്നു. ആ ചെക്കൻ പ്രൊപ്പോസ് ചെയ്തായിരുന്നു. ഹീറോയെ അക്സെപ്റ്റ് ചെയ്തു. ഇതൊക്കെ ജിമ്മിനൊക്കെ ഷാക്കായിരുന്നു. ജിമ്മിൻ ജങ്കുക്ക് വന്നത് വീഡിയോ 7 ഷോക്കായിരുന്നു. നോക്കാൻ തുടങ്ങി. എന്താണ് നമ്മളെ പുറകെ നടന്ന പെണ്ണ് ഇവനൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഷാക്കായിരുന്നു. ഹീറോയെ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ഏത് അക്സെപ്റ്റ് ചെയ്ത് കണ്ട് ഷാക്കായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് ഹീറോയെ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ഞാനായിട്ട് പോയിട്ട് ഇരുന്ന് സംസാരിക്കായിരുന്നു. അപ്പോൾ ആ സീനിയർ പറയായിരുന്നു, ടാൻസുമ്മ ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞ് ആ സീനിയർ പറയായിരുന്നു. ഹീറോയി നീ കോമഡി കാട്ടുന്നതെന്ന് പറഞ്ഞ് ഹീറോയി മുറക്കായിരുന്നു ആ സീനിയറിന്. ആ സീനിയർ ചിരിക്കായിരുന്നു. എല്ലാത്തിനും കാരണം വെച്ചാൽ ഒരു ഏട്ടനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ അനിയത്തി ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒന്നും അറിയില്ലേ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയി മുറക്കായിരുന്നു. നീ ഒരു ചേട്ടനല്ലേ നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതെ ഹീറോയിൻ്റെ ചേട്ടനാണ് ഗെട്ടപ്പ് ചേഞ്ചാക്കി വന്ന് പ്രപ്പോസ് ചെയ്തവർ ആക്ടിങ് ചെയ്തായിരുന്നു. അതിൽ കുറച്ച് പേർക്ക് ഹീറോ ചേട്ടൻ പറഞ്ഞ സ്വന്തം ചേട്ടനല്ല, അമ്മേൻ്റെ ചേച്ചിയുടെ മോനാണ് ഹീറോയ്ക്ക് ചേട്ടൻ മാറി. അത് പ്രപ്പോസ് ചെയ്തതെന്ന് പറയായിരുന്നു. അതിനൊരു ഗേൾ വന്നായിരുന്നു. ഒരു ഗേൾ വന്ന ചെക്കനോട് ഇങ്ങനെ പറയായിരുന്നു, കണ്ടു കതിരുന്നു എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ കറങ്ങായിരുന്നു. ഇതിലോട്ട് ആ ഗേൾക്ക് ദിവസമായി അതെ ചേട്ടനും ഗേൾ ഫ്രണ്ട് വന്ന് വേണമെങ്കിൽ രണ്ടുപേരെ ഇതിനായിട്ട് ആക്സെപ്റ്റ് ചെയ്ത്. അപ്പോൾ അവർക്ക് ശരി ഓക്കെ സമാധാനമായി. അതിനായിട്ട് ഇത് ജഹൂബ് ഒരു വായിക്ക് ഫ്രണ്ട് പറയായിരുന്നു, അതെ ഇത് മാരേജാണ് ഇവൾക്ക് മാരേജ് എൻ്റെ മാരേജ് ഹീറോയിൻ്റെ വീട്ടിലെ മാരേജ് എന്ന് പറയായിരുന്നു. ഇത് ജഹൂബ് കേട്ടോ മാരേജാ ആർക്ക് അതൊരു മാരേജിനെ കാര്യം പറയായിരുന്നു. ജഹൂബ് കേട്ടായിരുന്നു. മാരേജ് വീട്ടിൽ സംബന്ധമൊക്കെ കേട്ടായിരുന്നു. എന്താണ് പറയണേ ജഹൂബ് പോയിട്ട് മറ്റേ കാര്യം പറഞ്ഞു. അവൾക്ക് ഷോക്കാണ് മാരേജാ എന്ന് പറയായിരുന്നു. അതേടാ മാരേജ് എന്ന് പറയായിരുന്നു. അങ്ങനെ 7 പേർക്കും ഒരു മാതിരിയായിരുന്നു. അതെ ഹീറോയ്ക്ക് മാരേജ് എന്ന് പറഞ്ഞിട്ട് അവർ വീട് ഒരുമാതിരി ചേഞ്ച് ആയി. അതെ അവർ വീട് ചേഞ്ച് ആയിരുന്നു. അത് നമുക്കൊന്നും അറിയില്ല. അതെന്താ അവർ ചേഞ്ച് ആയത് നമുക്കറിയില്ല. ഇപ്പോൾ ഹീറോയുടെ വീട്ടിലും മാരേജാണ്. അതെ മാരേജ് പറഞ്ഞാൽ ഹീറോയ്ക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. ഹീറോയ്ക്ക് മാരേജാണ്. ഹീറോയും വീട് ഒരുപാട് ചേഞ്ച് ആയിരുന്നു. ഹീറോയി മുറക്കായിരുന്നു. അതെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞ ഫ്ലിക്സ് ആയിരുന്നു. ഫ്ലിക്സ് ചിരിക്കായിരുന്നു. ഫ്ലിക്സ് നോക്കി ഹീറോയി മുറക്കായിരുന്നു. എന്തിനാണ് ഈ പ്ലാൻ ചെയ്തതെന്ന് ഫ്ലിക്സിന് മുറയൊക്കെയായിരുന്നു. ഫ്ലിക്സ് പറയായിരുന്നു അതിൽ മാരേജ് എന്ന് പറഞ്ഞു. ഫ്ലിക്സ് വേറെ ഒരു പ്ലാൻ ഇട്ടായി. ഫ്ലിക്സ് ഓൾറെഡി അറിയാം ഹീറോയി ലവ് ചെയ്തത്. ഫ്ലിക്സ് പറഞ്ഞ വേറെ ആരില്ല ഹീറോയുടെ ഫ്രണ്ടായിരുന്നു. ഫ്രണ്ട് പറഞ്ഞ സീനിയറാണ്. ഓക്കെ പ്ലാൻ ഇട്ട ഇതിനൊരാ പ്ലാൻ ഇട്ട എല്ലാ പ്ലാനാണ്. ഹീറോയിൻ മമ്മിക്ക് അറിയാം പ്ലാൻ. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല എന്താ പ്ലാൻ എന്ന് മുറക്കായിരുന്നു.